ഗീതാമൃതം. കാർപ്പണ്യദോഷം ഭവിച്ചു എന്ന് പറയുന്നു. അതായത് ഒരു ഇടുങ്ങിയ ചിന്താഗതി. പ്രച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേത. ധർമ്മവേദ എന്നെനിക്ക് മനസ്സിലാവുന്നില്ല കേശവ. യത് ശ്രേയസ്യാൻ, എന്താണ് ശ്രേയസ്കരമായത്? നിശ്ചിതം ബ്രൂഹി തത്മേ, എന്ന് പറഞ്ഞു കേൾക്കണം എന്താണ് നല്ലതെന്ന്. ശിഷ്യസ്തേഹം, ഞാൻ അങ്ങയുടെ ശിഷ്യനായിട്ട് അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുകയാണ്. ഷാദീവാം പ്രപത്നം, ഷാദി എന്ന് പറഞ്ഞാൽ അങ്ങ് നിർദ്ദേശങ്ങൾ നൽകിയാലും, ത്വാം പ്രപന്നം, എന്നെ ഞാൻ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ശരണം സ്വീകരിച്ചിരിക്കുകയാണ്. അങ്ങ് പറഞ്ഞു നൽകൂ എന്താണ് ശ്രേയസ്കരമെന്ന്. അന്നേരം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു. അതെല്ലാം അബദ്ധത്തിൽ ചെന്ന് ചാടുകയാണ്. ഒരു മിനിറ്റ്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഇത് നല്ലതായിരിക്കും, അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ഏതാ നല്ലത് നമുക്കറിയത്തില്ല. അതാണ് വാസ്തവം. ഒന്നുകിൽ സജ്ജനങ്ങളുടെ മാർഗനിർദ്ദേശം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഓരോ തീരുമാനങ്ങൾ എടുക്കണം. കൊച്ചുകുട്ടികൾ യൗവനാവസ്ഥയിൽ എത്തിയാലും അച്ഛനമ്മമാരുടെ ഒരു മാർഗനിർദ്ദേശം എപ്പോഴും അനിവാര്യമാണ്. ഭർത്താവ്, ഭാര്യ, ഇവർ രണ്ടുപേരും അന്യോന്യം മാർഗനിർദ്ദേശം കൊടുക്കണം. ഭാര്യയ്ക്ക് കാണാൻ പറ്റുന്നത് ഭർത്താവിന് കാണാൻ കഴിയില്ല, ഭർത്താവിന് കാണാൻ കഴിയുന്നത് ഭാര്യയ്ക്കും കാണാൻ കഴിയില്ല. രണ്ടുപേരും ഒരു പൊതുധാരണയിൽ വന്നിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അന്നേരം നമ്മുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഒരു സതുപദേശം നല്ലതായിരിക്കും. സജ്ജനങ്ങളുടെ, മുതിർന്ന വ്യക്തികളുടെ, നിസ്വാർത്ഥരായിട്ടുള്ള വ്യക്തികളിലൂടെ, നമ്മളിൽ നിന്നും കുറഞ്ഞ പക്ഷം നമ്മളെ പറ്റിക്കാത്ത വ്യക്തികളിൽ നിന്നും ഒരു ഉപദേശം സ്വീകരിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നല്ലപോലെ ആലോചിക്കണം ആ വ്യക്തിയിൽ നിന്ന്, ആ വ്യക്തിക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ താല്പര്യമുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നിസ്വാർത്ഥമായിട്ട് നല്ല ഉപദേശങ്ങൾ നൽകുന്ന വ്യക്തികളുടെ ഉപദേശം തേടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. സ്വയം തീരുമാനമെടുക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ശരിയായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എപ്പോഴും ശരിയാകണമെന്നില്ല. നമുക്ക് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്തത് നമുക്ക് ഉപദേശം നൽകുന്ന വ്യക്തികൾ ചിലപ്പം കാണാൻ കഴിയും. നമ്മൾ അതിനകത്ത് ഇരുന്നു കൊണ്ട് നോക്കുന്നതുകൊണ്ട് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനെക്കുറിച്ചുള്ള ചിന്തകളിൽ മഗ്നരായിട്ട്, അല്ലെങ്കിൽ ആ തീരുമാനമെടുത്താൽ നമുക്ക് ലഭിക്കുന്ന ലാഭങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് അതിലൂടെ വരുന്ന നഷ്ടങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, അത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ലൊരു ഉപദേശം നന്നായിരിക്കും. ഉപദേശം ആരിൽ നിന്ന് എടുക്കണം? സജ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സച്ചിന്തകളുള്ളവർ, സത്സ്വഭാവികളായിട്ടുള്ള വ്യക്തികൾ. എന്താണ് സത്സ്വഭാവം? ആരെയും ദ്രോഹിക്കാനും വിഷമിക്കാനും താല്പര്യമില്ലാത്തവർ, സ്വാർത്ഥരല്ലാത്തവർ, നിസ്വാർത്ഥരല്ല. എന്നിട്ട് നമ്മൾ വിചാരിക്കുക അങ്ങനെയുള്ള ആൾക്കാർ എവിടെയാണുണ്ട്? ശരിയാവും, കൂടുതലും അങ്ങനെയാണ്. കുറഞ്ഞ പക്ഷം നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ അവരോട് ഉപദേശം ചോദിക്കുന്നത് ആ ഒരു വിഷയത്തിലെങ്കിലും അവർക്ക് സ്വാർത്ഥത പാടില്ല. മനസ്സിലായില്ലേ? അത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് ഇനി ആരുമില്ലെങ്കിൽ നിങ്ങൾ സമാധാനമായിട്ടിരുന്ന് ആലോചിച്ചിട്ട് ഭഗവാനെ മുൻനിർത്തി നിങ്ങൾ ഉള്ളിൽ അലട്ടുന്ന ആ ചിന്തകളെല്ലാം എഴുതിയെടുക്കുക. ഇത് ശരിയായിരിക്കോ, അത് ശരിയായിരിക്കോ, അതിൻ്റേതായിട്ടുള്ള എല്ലാ വശങ്ങളും നല്ലപോലെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. അത് ഏറ്റവും ഉത്തമമായിരിക്കും. കാരണം പല വ്യക്തികളോടും ചോദിക്കുമ്പോൾ പല പല അഭിപ്രായങ്ങളായിരിക്കും കിട്ടുന്നത്. കാരണം പ്രത്യേകിച്ച് കൂടുതൽ ആൾക്കാരും ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ കൂടുതലും സ്വാർത്ഥരായിട്ടുള്ള വ്യക്തികളാണ്. അതുകൊണ്ട് ഒരിക്കലും അവരിൽ നിന്നും നമുക്ക് നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ഉപദേശം ലഭിക്കണമെന്നില്ല. ഇനി കുറച്ച് വ്യക്തികളോട് ചോദിക്കാം, എല്ലാവരോടും ചോദിക്കാം, പക്ഷെ തീരുമാനം നിങ്ങളുടേതായിരിക്കണം. നിങ്ങളുടെ തന്നെ ആയിരിക്കുമല്ലോ, ആയേ പറ്റൂ.
മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് മാത്രം നമ്മളൊരു തീരുമാനത്തിലേക്ക് എടുക്കരുത്. കാരണം നമ്മുടേതായിട്ടുള്ള ഒരു തീരുമാനം എടുത്താലേ നമുക്കത് സന്തോഷത്തോടു കൂടി ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിലിവിടെ പറയുന്നു, ഈ ഒരു ദുഃഖത്തെ അലട്ടാൻ അല്ലെങ്കിൽ അകറ്റാൻ, ഈ അലട്ടുന്ന എൻ്റെ ദുഃഖത്തെ മാറ്റാൻ എനിക്കൊരു ഉപായം കാണുന്നില്ല കൃഷ്ണ. ഈ സമൃദ്ധമായിട്ടുള്ള ഈ സാമ്രാജ്യം മുഴുവൻ എനിക്ക് ലഭിച്ചാലും, ഭൂമി മുഴുവൻ എനിക്ക് ലഭിച്ചാലും, ദേവന്മാർക്ക് ലഭിച്ച ആ സ്വർഗതുല്യമായിട്ടുള്ള രാജ്യം ലഭിച്ചാലും എൻ്റെ ഈ ദുഃഖത്തിന് ഒരു ശമനം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ദുഃഖം അകറ്റാൻ കഴിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. അന്നേരം ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞിട്ട്, ഗോവിന്ദ ഞാനിനി യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മിണ്ടാതെ ശാന്തനായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ഇനി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഉച്ചസമയമാണ്, ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുകയാണ്, ഉറങ്ങരുത്. ഇനി മുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭഗവത്ഗീത. ഇനി മുതലുള്ള വചനങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ്. അന്നേരം ഭഗവാൻ ചിരിച്ചുകൊണ്ട് ഇരു സൈന്യത്തിൻ്റെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് ഭഗവാൻ വിഷമത്തിലിരുന്ന അർജുനനോട് പറഞ്ഞു. ഭഗവാൻ പറയുന്ന ആദ്യത്തെ വചനങ്ങളാണ്, നോക്കാം. ശ്രീ ഭഗവാൻ, ഇതിനു മുമ്പേയും പറഞ്ഞു, പക്ഷെ ഗീത പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യത്തെ വചനങ്ങൾ. ശ്രീ ഭഗവാൻ ഉവാച. എന്നാൽ ഇവിടെ ഭഗവാൻ എന്താ പറയുന്നത്? അശോച്യാൻ അൻശോചസ്ത്വം. നീ വിഷമിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നീ വിഷമിച്ചിട്ട് പ്രത്യേകിച്ച് നിനക്ക് ഉപയോഗമൊന്നുമില്ല. നീ വളരെ ഉയർന്ന തത്വങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നീ എന്തിനെക്കുറിച്ച് വിഷമിക്കുന്നോ അത് വിഷമിക്കാൻ യോഗ്യമായിട്ടുള്ള വിഷയങ്ങളല്ല. ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികൾ ജീവനുള്ളതിനെക്കുറിച്ചോ മരിച്ചതിനെ ഓർത്തോ വിലപിക്കാറില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ പറഞ്ഞ് നീ വിദ്വാനെ പോലെ സംസാരിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? അർജുൻ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ക്ഷത്രിയരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ദൂഷിതരാകും, അവരുടെ സുരക്ഷിതത്തിന് ഒരു ഉറപ്പുമില്ല. അങ്ങനെ ധർമ്മം നശിക്കും, കുലം നശിക്കും, ക്ഷയിക്കും, പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഭഗവാൻ പറഞ്ഞു നീ പറഞ്ഞത് കറക്റ്റാണ്, ഞാൻ അംഗീകരിക്കാം, ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ നീ വിഷമിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നീ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്, പക്ഷെ നീ വിഷമിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നീ എന്തിനെ ഓർത്ത് വിഷമിക്കുന്നു അത് വിഷമിക്കാൻ യോഗ്യമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അന്നേരം അർജുൻ പറഞ്ഞ കാര്യങ്ങളെ ഭഗവാൻ തള്ളിക്കളയുകയല്ല, പക്ഷേ അർജുൻ വിഷമിക്കുന്നത് ഓർത്തിട്ടാണ് ഭഗവാന് ഒരു വിഷമം. നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നു? നീ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാണ്. അന്നേരം ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രോബ്ലംസ് വിൽ കം, ബട്ട് വി ഷുഡ് നോട്ട് ലാമെൻറ്റ്. അതാണ് ഭഗവാന്റെ മെസ്സേജ്. പ്രശ്നങ്ങൾ പ്രശ്നങ്ങളാണ്, പക്ഷേ നിങ്ങൾ വിഷമിച്ച് പ്രശ്നത്തെ വർദ്ധിപ്പിക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് മെസ്സേജാണ്. പ്രശ്നം ശരിയാണ്, പ്രശ്നമാണ്, വലിയൊരു പ്രശ്നമാണ്. പ്രശ്നത്തിനെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ചിരിക്കാൻ കഴിയില്ല. പ്രശ്നം സീരിയസ് ആണ്, പക്ഷേ നിങ്ങൾ ദുഃഖിച്ചിരുന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ കഴിയില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് മെസ്സേജ് ഓഫ് ഭഗവത്ഗീത. പ്രോബ്ലം വന്നാൽ സൊല്യൂഷൻ കണ്ടെത്തും. ഡോണ്ട് ഫോക്കസ് ഓൺ ദ പ്രോബ്ലം, ഫോക്കസ് ഓൺ ദ സൊല്യൂഷൻ. അതാണ് ഭഗവാന്റെ ആദ്യത്തെ മെസ്സേജ്.